ഇന്ന് കുറച്ച് ലെങ്ത്തുള്ള വീഡിയോ ആണ് കേട്ടോ. എൻ്റെ മോൻ്റെ പിറന്നാളിൻ്റെ അന്നത്തെ വീഡിയോ ആണ്. കുറച്ച് ദിവസമായി പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു, പക്ഷെ നടന്നിട്ടുണ്ടായിരുന്നില്ല. എപ്പോഴാണ് അതിന് പറ്റിയത്. എനിക്ക് കിച്ചണിൽ ജോലിയുള്ള കാരണം ഞാൻ കുഞ്ഞിനെ കുളിപ്പിക്കാനും റെഡിയാക്കാനൊക്കെ ജിഷ്ണുവിനെയാണ് കേട്ടോ ഏൽപ്പിച്ചിരുന്നത്. ജിഷ്ണു കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്തു. അവനെ എണീറ്റ് കുളിപ്പിച്ച് സുന്ദരക്കുട്ടപ്പനാക്കി വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു കേട്ടോ. ഞങ്ങൾ അമ്പലത്തിൽ പോകണമെന്നാണ് വിചാരിച്ചിരുന്നത്, പക്ഷേ ഇവിടെ യുദ്ധത്തിൻ്റെ സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുന്നതുകൊണ്ട് ബാബ്സ് ടെമ്പിൾ പൂട്ടിയിരിക്കുകയായിരുന്നു. സോ വീട്ടിൽ തന്നെയാണ് വിളക്ക് വെച്ചേട്ടാ. നാട്ടിലായിരുന്നെങ്കിൽ നമ്മൾ അമ്പലത്തിലൊക്കെ കൊണ്ടുപോകായിരുന്നല്ലോ, പക്ഷെ അതിന് പറ്റാത്തതുകൊണ്ട് വീട്ടിൽ തന്നെയാണ് കേട്ടോ വിളക്ക് വെച്ചത്. അച്ഛനിത് എന്താ കാണിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഇത് നോക്കി നിൽക്കുന്നത്. അത് മാത്രമല്ല ഉദ്ദേശം താപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ വലിച്ചിടുക എന്നുള്ള ഉദ്ദേശം കൂടെ അവനുണ്ട്. പക്ഷേ കൈയൊക്കെ പിടിച്ച് വെച്ചുള്ള കാരണം ഞങ്ങൾക്ക് അതിനെ പറ്റണില്ല. എന്നാൽ ഇടയ്ക്കൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു കേട്ടോ വലിച്ചിടാനായിട്ട്. വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിച്ച് നല്ല സുന്ദര കുട്ടപ്പനായിട്ടാണ് എൻ്റെ മോൻ നിൽക്കണേ. ചന്ദനം തൊടിയിക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ അവൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അവൻ വേറെ എന്തോ ചെയ്യാമെന്നാണ് വിചാരിച്ചത്, സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ എന്നെ കൊണ്ടായപ്പോലെ ഞാനൊരു സദ്യയൊക്കെ തട്ടിക്കൂട്ടിയിട്ടോ. കുറച്ച് ലേറ്റായിപ്പോയി. ഇവിടെ തലേന്ന് മഴ പെയ്ത കാരണം വെള്ളം ലീക്കാവുന്നുണ്ടായിരുന്നു ഏതിലെയോ. അപ്പോൾ ആ വെള്ളമൊക്കെ തുടച്ച് സദ്യയൊക്കെ ഉണ്ടാക്കി വന്നപ്പോഴത്തേനും കുറച്ച് ലേറ്റായി. എന്നാലും കുഴപ്പമില്ല, വിചാരിച്ചതിനെക്കാട്ടും ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ നടന്നു കേട്ടോ. എനിക്ക് അവനിങ്ങനെ ഇലയിൽ തനിയെ ഉണ്ണുന്നത് കാണാനായിരുന്നു കേട്ടോ ആഗ്രഹം. അതുകൊണ്ടാണ് ഞാൻ ഇലയിൽ അവനെ സെപ്പറേറ്റ് വിളമ്പിക്കൊടുത്തത്. ജിഷ്ണു എന്നോട് പറഞ്ഞു അവനതൊക്കെ നശിപ്പിക്കൂടി, ഇല വലിച്ച് വരിടും, നീ ചെയ്യണതൊക്കെ വെറുതെ ആയി പോകുമെന്ന് പറഞ്ഞു കേട്ടോ. എനിക്കും അങ്ങനെ ചെയ്യുമെന്നൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ അവന് ഇല വെച്ച് കറികളും ചോറൊക്കെ വിളമ്പിയപ്പോൾ അവൻ നന്നായിട്ട് ആസ്വദിച്ച് തന്നെയാട്ടോ കഴിച്ചത്. അത് കണ്ടപ്പോൾ എൻ്റെ മനസ്സ് ശരിക്കും നിറഞ്ഞു. നാട്ടിലാണെങ്കിൽ അവന് സദ്യയൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ എല്ലാവരും ഉണ്ടായിരുന്നേ. പക്ഷേ ഇവിടെ ആയതുകൊണ്ട് ആ ഒരു കുറവ് അവന് ഉണ്ടാവരുതെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെ കൊണ്ടായ പോലെ, ജിഷ്ണുവിനെ കൊണ്ടായ പോലെ ഞങ്ങൾ അവൻ്റെ പിറന്നാൾ, ആദ്യത്തെ പിറന്നാൾ നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടുമുണ്ട്. മനസ്സൊക്കെ നിറഞ്ഞൊരു പിറന്നാൾ ദിവസമായിരുന്നു കേട്ടോ. ആദ്യത്തെ പിറന്നാളാണ്. പിന്നെ അന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ജനിച്ചിതുവരെയുള്ള കാര്യങ്ങളൊക്കെ ഓർക്കാനുള്ളൊരു ദിവസം കൂടിയായിരുന്നു. ഞങ്ങളതൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കായിരുന്നു. കഴിക്കലൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കൗതുകം ഇങ്ങോട്ട് തീർന്നപ്പോൾ ആൾക്ക് പിന്നെ കളിയായിട്ടാണ്. പിന്നെ ഇലയിലുള്ള എല്ലാ സാധനങ്ങളും വലിച്ചിട്ട് തിന്നാനാണ് നോക്കിയത്. എല്ലാ സാധനങ്ങളും അവൻ തിന്നാൻ നോക്കിയിട്ടോ. പഴവും പപ്പടവും പായസം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പായസം പിന്നെയാണ് കേട്ടോ കൊടുത്തത്. പായസം ജിഷ്ണുവിൻ്റെ വകയായിരുന്നേ, എൻ്റെ വകയായിരുന്നില്ല. സദ്യ മാത്രമേ എൻ്റെ വക ഉണ്ടായിരുന്നുള്ളൂ. പായസം വെച്ച് എനിക്ക് അങ്ങനെ ശീലമില്ല, അതുകൊണ്ട് ജിഷ്ണുവാണ് പായസം ഉണ്ടാക്കിയത്. പിന്നെ പിന്നെ കണ്ടോ കളിയായി. ഞങ്ങൾക്ക് പല്ലൊന്നും ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഉറപ്പുള്ള സാധനങ്ങളൊന്നും കഴിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ജിഷ്ണു അവനെ വാരി കൊടുക്കായിരുന്നു. ഞങ്ങൾക്ക് പിന്നെ ഗസ്റ്റ് ഉണ്ടായിരുന്നു. ജിഷ്ണുവിൻ്റെ ഒരു ഫ്രണ്ടും ഫാമിലി ഉണ്ടായിരുന്നു. അപ്പോൾ അവരും കൂടി ഉണ്ടായിരുന്നു ഫുഡ് കഴിക്കാനൊക്കെ കേട്ടോ. അപ്പോൾ നല്ലൊരു ദിവസമായിരുന്നു അന്ന്. മറക്കാൻ പറ്റാത്തൊരു ദിവസമായിരുന്നു. എന്നെന്നും ഓർത്ത് വയ്ക്കാൻ പറ്റുന്നൊരു ദിവസമായിരുന്നു. അങ്ങനെ ഹിതുവിൻ്റെ ആദ്യത്തെ പിറന്നാൾ ഞങ്ങളെ കൊണ്ടായ പോലെ നല്ല ഭംഗിയായി തന്നെ ആഘോഷിച്ചു. അവനും ഹാപ്പി ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബായ്.